ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയമാണ്. അങ്ങനെ ജ്യോതിയെ കൊണ്ട് ആത്മഹത്യാക്കുറിപ്പ് എഴുതിക്കുകയാണ് ജീവൻ. ജ്യോതി കരഞ്ഞുകൊണ്ട് വേണ്ടെന്നൊക്കെ ജീവനോട് പറയുന്നുണ്ടെങ്കിലും ജീവൻ അതൊന്നും കേൾക്കാൻ തന്നെ കൂട്ടാക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് മാറി നിൽക്കുന്ന ഹരിയുടെ അടുത്തേക്ക് ചെല്ലുന്ന വീണയെയാണ്. അല്ല, നിങ്ങളെന്താ ഇങ്ങനെ മാറി നിൽക്കുന്നത്? നിത്യ പറഞ്ഞു അടുത്തേക്കൊന്നും ചെല്ലരുതെന്ന്. അങ്ങനെ പറയുന്നത് കേൾക്കാനാണല്ലോ നിനക്ക് സന്തോഷം എന്നൊക്കെ ഹരി പറയുമ്പോൾ അതിലും വലിയ കാര്യങ്ങൾ ഇനിയല്ലേ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വീണ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ജ്യോതിയുടെ കഴുത്തിലേക്ക് കയറിട്ട് കുരുക്കുമുറുക്കുന്ന ജീവനെയാണ്. ജ്യോതി കരഞ്ഞുകൊണ്ട് അമ്മേ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ജ്യോതിയുടെ നിലവിളി കേൾക്കാനായി അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതേസമയം എസ് ഐയെ വിളിക്കുകയാണ് പ്രൊഡ്യൂസർ. വീണയെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം എന്തായെന്നൊക്കെ അയാൾ ചോദിക്കുമ്പോൾ ഞങ്ങളിപ്പോ വീണയുള്ള സ്ഥലത്തേക്കാ പോകാൻ പോകുന്നതെന്ന്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യുകയാണ് എസ് ഐ. അതേസമയം ജീവൻ കുരുക്ക് മുറുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിച്ചു ശ്വാസത്തിനായി പിടയുന്ന ജ്യോതിയാണ് കാണിക്കുന്നത്. അതേസമയം ശബ്ദം കേട്ടുകൊണ്ട് ഹരി അങ്ങോട്ടേക്ക് വരികയും പെട്ടെന്ന് തന്നെ ജീവനെ തള്ളി മാറ്റുകയും ചെയ്യുന്നു. നീ എന്താടാ ഈ കാണിക്കുന്നതെന്ന് ഹരി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ എന്റെ കുടുംബകാര്യത്തില് നീ കയറി ഇടപെടേണ്ടെന്ന് ജീവൻ ദേഷ്യത്തോടെ പറയുന്നു. സ്വന്തം കൂടപ്പുറപ്പിന്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കുന്നതാണോടാ നിന്റെ കുടുംബകാര്യമെന്ന് ഹരി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന് ജീവൻ പറയുന്നു. അതേസമയം എസ് ഐയും കോൺസ്റ്റബിൾമാരും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്താണ് ഇവിടെ പ്രശ്നമെന്ന് എസ് ഐ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്നും എന്റെ അനിയത്തിയുടെ കല്യാണമാ, അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടക്കുകയാ, സബ് കളക്ടർ മനുവാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്നും ഒക്കെ തന്നെ ജീവൻ അവരോട് പറയുന്നു. തുടർന്ന് എസ് ഐ അവിടെ നിന്ന് പോവുകയാണ്. ദേഷ്യത്തോടെ ജീവന് താക്കീത് കൊടുത്തുകൊണ്ട് ഹരിയും അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ജീവൻ വീണയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. എന്തായി കാര്യങ്ങളെന്ന് ജീവൻ ചോദിക്കുമ്പോൾ പോലീസ് എത്തിയിട്ടുണ്ടെന്നും ഉടൻ തന്നെ എന്തും പ്രതീക്ഷിക്കാമെന്നും വീണ പറയുന്നു. എന്താണെങ്കിലും കെട്ട് കഴിഞ്ഞേ അറസ്റ്റ് ഉണ്ടാകൂ, അവനൊന്ന് ജയിലിലായിട്ട് വേണം, അവൻ തിരികെ വരുമ്പോഴേക്കും അവന്റെ ജീവിതമെല്ലാം സ്വപ്നതുല്യമാക്കി കൊടുക്കാനെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് ജീവൻ. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നും പ്രാർത്ഥിക്കുന്നതാണ്. അങ്ങനെ മുഹൂർത്തമാകുന്നു. അങ്ങനെ ശുഭമുഹൂർത്തത്തിൽ ജ്യോതിയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് മനു. താലികെട്ടൽ ചടങ്ങിന് ശേഷം പ്രദക്ഷിണവും കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നിന്റെ ഡ്യൂട്ടി ചെയ്യാമെന്ന് മനു പോലീസുകാരോട് പറയുന്നു. അതേസമയം ഇതെല്ലാം കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് വീണയും ജീവനും. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ കൊണ്ടുപോകാൻ വേണ്ടിയാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ശുഭാവസരത്തിലായതിൽ ഞങ്ങൾക്കും വിഷമമുണ്ടെന്ന് എസ് ഐ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് പരസ്പരം നോക്കുകയാണ് ജീവനും വീണയും. തുടർന്ന് ജീവൻ മുന്നിലേക്ക് വന്ന് പറയുകയാണ്, തെറ്റ് ചെയ്തത് ആരാണെങ്കിലും അവരെ കൊണ്ടുപോകണം സാർ, എന്നാലേ നീ ഞങ്ങളുടെ കൂടെ പോരെന്ന് എസ് ഐ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ജീവൻ. അല്ല, സാർ എന്താ പറഞ്ഞതെന്ന് ജീവൻ ചോദിക്കുമ്പോൾ മെന്റൽ ഹോസ്പിറ്റലിലെ സ്റ്റാഫായ റീനയെ കൊന്നതിന് നിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് എസ് ഐ പറയുന്നു. തെളിവുകളെല്ലാം നശിപ്പിക്കാനായി നീ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ മിസ്സിംഗ് കേസ് ചെന്നെത്തിയത് നിന്റെ മുന്നിലായിരുന്നു. പക്ഷേ നീ നിന്റെ വീട്ടിന് കുഴിച്ചിട്ടുന്ന അവരുടെ ബോഡി അവിടെ നിന്ന് മാറ്റി. അങ്ങനെ കേരള പോലീസിനെ പറ്റിക്കാമെന്ന് നീ കരുതിയോ? എന്നാലേ അതൊന്നും നടന്നിട്ടില്ല. നീ പുഴയിലേക്ക് എറിഞ്ഞ ആ ബോഡി ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് കിട്ടി. നീ അതെറിഞ്ഞതിനും നീ എറിഞ്ഞതിനു ശേഷം അവിടെ നിന്ന് പോയതിനും കണ്ട സാക്ഷികൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന ജീവൻ ഞെട്ടലോടെ നിൽക്കുകയാണ്. ആരാ, ഇവൻ പറഞ്ഞിട്ടാണോ അതോ എന്റെ അമ്മ പറഞ്ഞിട്ടാണോ സാറ് ഈ കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ജീവൻ ചോദിക്കുമ്പോൾ എല്ലാത്തിനും വ്യക്തമായ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ടെന്നും അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ പോരാനും എസ് ഐ പറയുന്നു. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് നിത്യ. അതേസമയം തന്റെ പദ്ധതികളെല്ലാം പൊളിഞ്ഞതിന്റെ ദേഷ്യത്തിൽ നിൽക്കുന്ന ജീവനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.